ഹേയ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തേത് ഹൈദരാബാദ് സീരീസിലെ രാമോജി ഫിലിം സിറ്റിയുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കളേഴ്സ് ഗാർഡനും കൃപാലു കേവ്സും ബോൺസായി പ്ലാൻ മ്യൂസിയവും രാമോജി ഫിലിം മാജിക്കും പിന്നെ നമുക്ക് എക്സ്ട്രാ പ്രിവിലേജ് ആയിട്ട് കിട്ടിയ വിന്റർ ഫെസ്റ്റിവലും ഒക്കെയാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോയാലോ? ബേർഡ്സും ബട്ടർഫ്ലൈസും വാട്ടർഫോൾസും ഒക്കെ കണ്ട ശേഷം ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കളേഴ്സ് ഗാർഡനിലോട്ടാണ്. ഇതിനകത്തുള്ളതെല്ലാം വിവിധ തരത്തിലുള്ള ഒറിജിനൽ പ്ലാന്റ്സ് ആണ്. ഇവിടെ നിന്ന് പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ എടുത്തിട്ടാണ് ഓരോ ഗാർഡൻസും നമ്മുടെ മൂവിയുടെ ഡിമാൻഡ്സിനനുസരിച്ച് റീഓർഗനൈസ് ചെയ്യുന്നത്. ഇവിടത്തേക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിന്റെ കൾട്ടിവേഷനും മെയിന്റനൻസും എല്ലാം ഇവര് തന്നെയാണ് ചെയ്യുന്നത്. കളേഴ്സ് ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഈ കഫറ്റേരിയയാണ്. ഇവിടെ മനോഹരമായൊരു ഗാർഡനുമുണ്ട്. സ്റ്റാച്യൂസും ഫൗണ്ടെയിൻസും ഒക്കെയായി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗാർഡൻ. അടുത്തതായി നമ്മൾ എത്തുന്നത് കൃപാലു കേവിലേക്കാണ്. ഈ രാമോജി ഫിലിം സിറ്റിയുടെ ഓരോ ഏരിയയും എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പാറക്കെട്ട്, വെള്ളച്ചാട്ടം, പൂന്തോട്ടം, മാർക്കറ്റ്, അമ്പലം, പള്ളി, ഇന്ത്യ, യൂറോപ്പ്, ജപ്പാൻ എല്ലാം ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഒരിടത്ത് തന്നെ സമന്വയിപ്പിക്കാൻ എടുത്ത ഓരോരുത്തരുടെയും ഇഫേർട്ട് ഉണ്ടല്ലോ, അതിനെ സമ്മതിച്ചേ പറ്റൂ. ഇതാണ് കൃപാലു കേവ്സ്. ഇതുവഴിയാണ് കേവിനുള്ളിലേക്ക് ഇറങ്ങേണ്ടത്. ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഗുഹയുടെ ഇരുവശങ്ങളിലും മനോഹരമായ ഓരോ ക്രിയേഷൻസ് ഉണ്ട്. വർക്കിന്റെ പെർഫെക്ഷനും പ്രോപ്പർ ലൈറ്റിംഗ്സും കൂടെ ആകുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഗുഹയ്ക്കുള്ളിൽ പലയിടത്തായി ബുദ്ധവിഗ്രഹങ്ങൾ കാണാം. വേറെയും വിഗ്രഹങ്ങളുണ്ട്. ഒത്തിരി വലിയൊരു ഗുഹയാണിത്. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ഒരു ഗുഹ ഇത്രയും മനോഹരമാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം. ഞാൻ ഈ കൊട്ടി നോക്കുന്നത് ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസും കാർഡ്ബോർഡും തന്നെയാണോ എന്ന് അറിയാനാണ്. സംശയിക്കണ്ട, ഇതൊന്നും ഒറിജിനൽ അല്ല. അങ്ങനെ കൃപാലു കേവിനുള്ളിലെ ഷോയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴുള്ള സീന് ഇതാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഗാർഡനിലോട്ടാണ്. മനോഹരമായ ഗാർഡനൊക്കെ ചുറ്റി നടന്ന് കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ എത്തിയത് ബോൺസായി പ്ലാൻ മ്യൂസിയത്തിലോട്ടാണ്. ഒരുപാട് വെറൈറ്റി ബോൺസായി ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും പാർക്കിന്റെ മറ്റു ഭാഗങ്ങളിലോട്ട് പോയി. കണ്ടാലും തീരാത്തത്ര ക്രിയേറ്റിവിറ്റീസ് ആണ് ഈ രാമോജി ഫിലിം സിറ്റിയുടെ ഓരോ സൈഡിലും നമുക്ക് കാണാൻ കിട്ടുന്നത്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്ന ശേഷം നമ്മൾ ഇനി ബസിന്റെ പിക്കപ്പ് പോയിന്റിലോട്ട് പോവുകയാണ്. ഈ ബസ് നമ്മൾ ഇനി ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് രാമോജി മൂവി മാജിക്കിലോട്ടാണ്. ഇവിടെ വെച്ചിട്ട് ഇവർ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മൂവിയുടെ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നതെന്നും അതിലോട്ട് എങ്ങനെയാണ് സൗണ്ട് ഇഫക്റ്റ് ആഡ് ചെയ്യുന്നതെന്നും ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് എന്നും ഒക്കെ ഇവർ ഇവിടെ കാണിച്ചു തന്നു. ഷോയൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് കണ്ടില്ലേ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അപ്പൊ മനസ്സിലായല്ലോ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ ഇനി വേറെ എങ്ങും പോവണ്ട, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇനി നമ്മൾ പോകുന്നത് ഫിൽമി മൊമെന്റ്സിലോട്ടാണ്. ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ആദ്യം ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട്. നമ്മൾ എത്ര പേരായിട്ടാണോ വന്നത് നമുക്ക് ഗ്രൂപ്പായിട്ടും ഒക്കെ ഫോട്ടോ എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് കഴിഞ്ഞ് ഇവർ നമ്മളെ ഒരു റൈഡിൽ കയറ്റി ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യിക്കും. ഈ റൈഡിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്ന വഴിക്ക് അവരൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാർട്ടൂൺ ടൈപ്പ് സ്റ്റോറിയാണ്. അപ്പൊ നമ്മളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
ഞങ്ങൾ പോകുന്നത് വിന്റർ ഫെസ്റ്റിവൽ കാണാനായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്കൊരു എക്സ്ട്രാ ബോണസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് വിന്റർ ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമിലായതുകൊണ്ട് മാത്രം രാത്രി 9 മണി വരെ നമുക്ക് രാമോജി ഫിലിം സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു. ഡാൻസും DJ പാർട്ടിയും ഒക്കെയായി ഇവിടെ ആകെ ഒരു ഉത്സവമയമായിരുന്നു. ഒരുപാട് ഫ്ലോട്ട്സിന്റെ എക്സിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്തത് ഫയർ ഡാൻസ് ആയിരുന്നു. ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു ഇവരും മുന്നോട്ട് വെച്ചത്. അടുത്ത ഐറ്റം ലൈറ്റ് ഷോ ആയിരുന്നു. ഗാർഡൻസ് മുഴുവൻ വിവിധ തരത്തിലുള്ള ലൈറ്റ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു ഹാലോവൻ ടീമിലായിരുന്നു ടോട്ടൽ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു പ്രേതത്തിന്റെ സെറ്റപ്പിലൊക്കെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കുറെ ഉണ്ടായിരുന്നത്. ലൈറ്റ് ഷോയും കണ്ട് DJ പാർട്ടിയും ഒക്കെ എൻജോയ് ചെയ്ത ശേഷം മെയിൻ എൻട്രൻസിലേക്കുള്ള ബസ്സും ഇവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഈ മായാലോകം മൊത്തത്തിൽ ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തായാലും സ്പെൻഡ് ചെയ്ത പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ് രാമോജി ഫിലിം സിറ്റി. സോ കഴിയുമെങ്കിൽ നിങ്ങളും ഉറപ്പായും വന്ന് വിസിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.